നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ഞാനിപ്പോൾ ചാലക്കുടിയിൽ പറമ്പി റൂട്ടിൽ ഉറുമ്പംകുന്ന് പോകുന്ന വഴിയിൽ ഹൈഫീൽഡ് കേരള നഴ്സറി എന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ വന്നിട്ട് സ്ഥാപനത്തിൽ നഴ്സറിയാണ്, കൃഷിയാണ് ഇവിടെ പ്രധാനം. കൃഷിക്ക് വേണ്ടിയുള്ള ചെടികൾ ആണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥാപനം നടത്തുന്ന ജോസ് കല്ലേലി എന്ന വ്യക്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരുവിധം അദ്ദേഹത്തിന് അറിയാവുന്നതുപോലെ അദ്ദേഹം വിശദീകരിക്കുന്നതാണ്. എൻ്റെ പേര് ജോസ് കല്ലേലി. ഇത് നമ്മുടെ നഴ്സറി ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ചാലക്കുടിയിൽ പോട്ട ആശ്രമം കഴിഞ്ഞ് ഉറുമ്പംകുന്നിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ നഴ്സറിയുടെ പേര് ഹൈഫീൽഡ് കേരള നഴ്സറി എന്നാണ്. നമ്മുടെ ഈ നഴ്സറി ഏകദേശം ഒരു 11 ഏക്കറോളം സ്ഥലമുണ്ട്. നമ്മൾ വിവിധ തരം ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് ഇവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സ് തന്നെ പറയാം, ട്രോപ്പിക്കൽ ക്ലൈമറ്റിലുള്ളത്. ഒരു ഏറ്റവും കൂടുതൽ നമ്മൾ മാവിൻ്റെ വെറൈറ്റിയാണ്, 100-ൽ പരം വെറൈറ്റികളുണ്ടാവും. ഈ മാവാണ് കാറ്റിമൺ എന്ന് പറയും. ഇത് 365 ദിവസം മാങ്ങി ഉണ്ടാവുന്നതാണ്. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് മാങ്ങി ഉണ്ടാവും. നല്ല വലുപ്പമുണ്ട്, നല്ല സ്വീറ്റുമാണ്. പിന്നെ എപ്പോഴും നമുക്ക് മാങ്ങ കിട്ടുന്ന ഒരു മാവാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മാവ് എന്ന് പറഞ്ഞാൽ ഇതാണ് കാറ്റിമോൺ എന്ന് പറഞ്ഞൊരു മാവ് തന്നെയാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് ടോമിയാറ്റ് കിങ്സ് എന്ന് പറയുന്ന മാവാണ്. നല്ല സ്വീറ്റായിട്ടുള്ളൊരു മാമ്പഴമാണ്. ഇത് ബ്രൂണൈ കിങ് അല്ലെങ്കിൽ 4 kg എന്ന് പറയുന്ന ഒരു മാവാണ്. നല്ല വലുപ്പമുള്ള മാങ്ങയാണ്. മാവ് വലുതാവും തോറും അതിൻ്റെ സൈസ് വലുതാവും. ഒരു 4 കിലോ 3.5 കിലോ വരെയൊക്കെയുള്ള മാവിൻ്റെ സൈസ് അനുസരിച്ച് മാങ്ങയുടെ വലുപ്പവും കൂടി കിട്ടും. ഇതാണ് മിയാസാക്കി മാവ്. ഈ ജപ്പാനിൽ നമ്മൾ പല വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. 1 കിലോന് 2 ലക്ഷം വില വരുന്ന മാങ്ങയാണിത്. ഇതൊരു പർപ്പിൾ കളർ, അങ്ങനത്തെ ഒരു റെഡ് കളർ പർപ്പിൾ ഷെയ്ഡുള്ള മാങ്ങയാണ്. ഇത് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ തൈകൾ ഇവിടെ ധാരാളം ഉണ്ട്. ഈ ഇരിക്കുന്നത് മുഴുവൻ നാംഡോക്ക് മായി ആണ്. വേൾഡിലെ നല്ല സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മാമ്പഴമാണ്. നമ്മുടെ നാട്ടിൽ നന്നായിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു കൊമേഴ്ഷ്യൽ രീതിയിൽ വേണമെങ്കിൽ വളർത്താൻ പറ്റുന്ന ഒരു മാവാണ് ഈ നാംഡോക്ക് മായി. ഇതാണ് തായ് റെഡ് എന്ന് പറയുന്ന മാവിൻ്റെ തൈകൾ. ഇത് വളരെ ഫാസ്റ്റായിട്ട് കായ്ക്കും. നല്ല റെഡ് കളറിലുള്ള മാങ്ങയാണ്. ഇത് ധാരാളം ഉണ്ടാവും നമ്മുടെ ക്ലൈമറ്റിൽ. അങ്ങനെ ഒരു വെറൈറ്റി മാവാണിത്, റെഡ്. ഇത് കാലാപ്പാടി മാവ്. നമ്മുടെ മാവിൽ ഏറ്റവും നല്ല മാവ് നമ്മുടെ ഈ കാലാപ്പാടിയാണ്. ഈ വലിയ തൈകളാണ്, വലിയ കവറാണ് എല്ലാം. ഇതെല്ലാം 500 രൂപയ്ക്ക് നമ്മൾ കൊടുക്കണ ധാരാളം സ്റ്റോക്ക് ഉണ്ട് കാലാപ്പാടിയുടെ. ഇപ്പോൾ പലതും പൂത്ത് നിൽക്കുന്നുണ്ടാവും. ഇത് ഒരു കൊല്ലം 2 പ്രാവശ്യമൊക്കെ എന്തായാലും മാങ്ങിണ്ടാവുന്ന മാവുകളാണ്. നമ്മുടെ ഇവിടെ വിവിധ തരം തെങ്ങ് തൈകളുണ്ട്. അതിലേറ്റവും മികച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗംഗാബോണ്ട് എന്ന് പറഞ്ഞതാണ്. ഇത് നമുക്ക് രണ്ടിനും ഉപയോഗിക്കാം. കറിക്കായാലും വീട്ടിനും ഉപയോഗിക്കാം, ഓയിലിനും ഉപയോഗിക്കാം. നമ്മുടെ ഈ നഴ്സറിയിൽ ഓറഞ്ചിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഓറഞ്ചിൻ്റെ ഉണ്ട്, മുസാമ്പി ഉണ്ട്, പിന്നെ ലൈമും ലെമണൊക്കെ ധാരാളം ഉണ്ട്. ഇത് നമ്മുടെ സ്വീറ്റ് ഓറഞ്ച് എന്ന് പറയുന്ന ഓറഞ്ചാണ്. നമ്മുടെ കാലാവസ്ഥയിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അതിൻ്റെ സീസൺ ആകുമ്പോൾ നമ്മൾ ഈ ചെടികളുമൊക്കെ കായ ഉണ്ടാവും. ഇതാണ് നാഗ്പൂർ ഓറഞ്ച്.
ഇതും നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ സീഡ് ബുഷ് ഓറഞ്ച്, മാൻഡറിൻ ഓറഞ്ച്, പിന്നെ മുസാമ്പി, ബാരി വൺ മുസാമ്പി, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, പിന്നെ സീഡ്ലെസ് ലെമൺ, കൽക്കത്ത പത്തി, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓറഞ്ചുകളിലും ഈ സിട്രസിൻ്റെ ഒരുപാട് വെറൈറ്റി നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ. നഴ്സറിയിൽ സപ്പോട്ടയുടെ പല വെറൈറ്റികളുണ്ട്. ഇത് തായ് ജംബോ സപ്പോട്ട, ബനാന സപ്പോട്ട, ക്രിക്കറ്റ് ബോള്, അങ്ങനെ റെഡ് ആയിട്ടുള്ള സപ്പോട്ട, അങ്ങനെ ഒരു 10 തരം സപ്പോട്ടകൾ തന്നെ നമ്മുടെ ഈ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ പുലോസാൻ റംബൂട്ടാൻ്റെ തന്നെ വേറൊരു വെറൈറ്റി പോലെ ഇരിക്കും. നല്ല സ്വീറ്റാണ്. റംബൂട്ടാനിലൊക്കെ ഒരുപാട് മധുരം കൂടിയ ഒരു ഫ്രൂട്ടാണ്. പുലോസാൻ്റെ വലിയ തൈകളൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ നഴ്സറിയിൽ. ഇതാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. എപ്പോഴും കായ് ഉണ്ടാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ നന്നായിട്ട് ഉണ്ടാവുന്നതാണ്. നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു ഫ്രൂട്ടാണ്. ഇവിടെ ലോങ്കൻ്റെ പല വെറൈറ്റി ഉണ്ട്. പിങ്ക് ബോങ് ഉണ്ട്, റൂബി ഉണ്ട്, 4 സീസൺ ഉണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇനം, ഡയമണ്ട് റിവർ, എല്ലാ വിധ പല വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് ലോങ്കൻ്റെ. ഇത് നമ്മുടെ സ്വീറ്റ് ലൂബിയാണ്. വലിയ കായായിട്ടുള്ള സ്വീറ്റ് ലൂബിയാണ്. അതിൻ്റെ പുതിയ കൂമ്പ് വരുന്നത് അത്ര റെഡിഷ് ആയിരിക്കില്ല. ഇതൊക്കെ വലിയതാണ്. നല്ല സ്വീറ്റായിട്ടുള്ള സ്വീറ്റ് ലൂബി. അതിൻ്റെ വലിയ തൈകൾ ധാരാളമുണ്ട്. പേരത്തിൻ്റെ ഒരു 20 വെറൈറ്റിയെങ്കിലും ഉണ്ടാവും നമ്മുടെ കയ്യിൽ. ഇത് തൈവാൻ പിങ്കാണ്. അതുപോലെ തന്നെ ജപ്പാൻ പേര ഉണ്ട്. പേരത്തിൻ്റെ 10-20 വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഈ നിൽക്കുന്നതാണ് നമ്മുടെ തായ്വാൻ പിങ്ക് എന്ന് പറഞ്ഞിട്ട് പേര. ഹൈബ്രിഡാണ്, നിറയെ ഉണ്ടാവും, നല്ലതായിട്ട് എന്നും തന്നെ കായ് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ജപ്പാൻ പേരയുണ്ട്, വെറിഗേറ്റഡ് പേരയുണ്ട്, മറ്റേ യെല്ലോ, സ്ട്രോബെറിയുടെ യെല്ലോ, അങ്ങനെ വിവിധ തരം പേരകളുണ്ട്. എന്ന് പറഞ്ഞാൽ അർക്കാക്കിരൻ്റെ നിറയെ ഉണ്ടാവും. അർക്കാക്കിരൻ റെഡ് കളർ ഉള്ളിലുള്ളതുണ്ട്. പിന്നെ VNR ഉണ്ട്. അതുപോലെ തന്നെ അലഹബാദ് ഉണ്ട്. പല ടൈപ്പ് പേരങ്ങളും നമ്മുടെ നഴ്സറിയിൽ സുലഭമായിട്ടുണ്ട്. ഇത് അബിയു എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. ഇപ്പോൾ നന്നായിട്ട് എല്ലാവരും വയ്ക്കുന്നൊരു ഫ്രൂട്ടാണ്. ഇപ്പോൾ ഈ ഡിസംബറിലൊക്കെ ഈ മാസമൊക്കെ പൂത്തിട്ട് ഡിസംബറിലൊക്കെ നമുക്ക് ഫ്രൂട്ട് പൊട്ടിക്കാവുന്ന, ആ സമയത്ത് ഒരു ഫ്രൂട്ട് ഉണ്ടാവാത്ത സമയത്ത് കിട്ടുന്നതാണ്. കരിക്കിൻ്റെ ഒരു ടേസ്റ്റാണ്. ഇതിൻ്റെ പല വെറൈറ്റി കൂടിയുണ്ട്. ധാരാളം ചെടിയുണ്ട്. ഇത് നമ്മുടെ അടയ്ക്കാമര തൈകളാണ്. ഇൻട്രസി മംഗള എന്ന് പറയും. വളരെ ഷോർട്ടായിട്ട് നിറയെ 2-2.5 കൊല്ലം കഴിയുമ്പോഴേക്കൊക്കെ കാച്ചു തുടങ്ങുന്നതാണ് ഈ അടയ്ക്കാമര തൈകൾ. ഇതിപ്പോൾ നമുക്ക് ചെറിയ അകലത്തിൽ 5 അടിയൊക്കെ അകലത്തിൽ ധാരാളം വയ്ക്കാവുന്നതാണ്. ഇത് നമ്മുടെ പ്ലാവ് വിയറ്റ്നാം സൂപ്പർ ഏർലിയാണ്. ഇത് 365 ദിവസം കായ കിട്ടുന്ന ഒരു പ്ലാവാണ്. ഒരു വീട്ടിൽ എന്തായാലും ഒരു പ്ലാവ് വെച്ചിരിക്കണം. ഇതിനൊക്കെ വെറും 350 രൂപയുള്ളൂ. ഈ വലിയ ഏകദേശം 5 അടി ആയിട്ടുള്ള അതിന് 350 രൂപയുള്ളൂ. ഇതാണ് J33. പ്ലാവിൻ്റെ വിവിധ വെറൈറ്റികളുണ്ട്. J33യുടെ തൈകളാണ്. അതുപോലെ തന്നെ AVRക്ക്, നമ്മുടെ ഗംലസ്, അങ്ങനെ നിരവധി നമ്മുടെ ഇവിടെ ഇറങ്ങിയിട്ടുള്ള എല്ലാ തരം പ്ലാവിൻ്റെ തൈകളും നമുക്ക് ഇവിടുന്ന് ലഭിക്കും. ഇത് ഔക്കാഡോയുടെ തൈയാണ്. പല വെറൈറ്റി ഉണ്ട്. ഇത് ഹാസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ട്രോപ്പിക്കലുണ്ട്, അതിൽ ഗ്രീൻ, പർപ്പിൾ, അങ്ങനെ പല കളറിലുള്ള ഇതുണ്ട് നമ്മുടെ കയ്യിൽ. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇത് റംബൂട്ടാൻ്റെ N18ൻ്റെ വലിയ തൈകളാണ്. വലിയ തൈകളും അടുത്ത കൊല്ലം കായ്ക്കുന്ന ടൈപ്പുള്ള തൈകളുണ്ട്. അതിൻ്റെ ഏറ്റവും ചെറിയത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. 250 രൂപ തുടങ്ങിയുള്ളത് 1300 വരെയുള്ള തൈകൾ നമ്മുടെ കയ്യിലുണ്ട്.
മാംഗോസിൻ്റെ പല സൈസുള്ള തൈകളുണ്ട്. 2 തട്ട് 3 തട്ട് അങ്ങനെ 4 5 6 തട്ട് അങ്ങനെ പല ഡിഫറെൻറ്റ് തട്ട് തിരിഞ്ഞ മാംഗോസ്റ്റിനും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ ദുരിയാൻ്റെ തൈകളാണ്. മോങ്തോങ്, മുസാങ്കിങ്, D24 സുൽത്താൻ എന്നൊക്കെ പറയും, ചാനി, കോപ്പ് കാച്ചിൽ, അങ്ങനെ പല വെറൈറ്റി ഉള്ള ദുരിയാൻ്റെ തൈകളും നമുക്ക് നഴ്സറിയിലുണ്ട്. ഈ മാവിൻ്റെ വലിയ 7 അടി പൊക്കമൊക്കെയുള്ള മാവുകളെല്ലാം 500 രൂപയാണ്. ഇപ്പോൾ കുദാദത്ത്, ഹിമപസന്ത്, ബംഗനാപ്പള്ളി, അങ്ങനത്തെ എല്ലാ വിധ മാവുകളും ഉണ്ട്. നമ്മൾ ഇതെല്ലാം വലുതിനൊക്കെ 500 രൂപ തന്നെയുള്ളൂ. ഈ മാവുകളെല്ലാം കാലാപ്പാടിയുടെ മാവുകളാണ്. എല്ലാം വലിയ തൈകളാണ്. 500 രൂപ അതിന് വിലയുള്ളൂ. ഇത് പല ടൈമിലും ഉണ്ടാവും മാവ് 2 പ്രാവശ്യം. ഇപ്പം ഓൾമോസ്റ്റ് പലതും കാച്ചിട്ടുണ്ടാവും ഈ കാലാപ്പാടി മാവുകൾ. ഇതിനൊക്കെ വലിയ കവറാണ്. ഇതിനൊക്കെ നമ്മൾ 500 റുപ്പീസേ ചാർജ് ചെയ്യുന്നുള്ളൂ. ഇത് ജാതി ബഡ് ചെയ്താണ്. ഇത് നാടൻ ജാതി തന്നെ ബഡ് ചെയ്തതാണ്. വലിയ തൈകളാണ്. അതുപോലെ നമുക്ക് കാട്ടുജാതിമ നാടൻ ജാതി ബഡ് ചെയ്ത 2 ടൈപ്പും നല്ല പത്രിക്കാനവും കുരുവിനും വലുപ്പമുള്ള നല്ല വെറൈറ്റി ജാതിയുടെ ബഡ് ചെയ്ത തൈകളാണിത്. ഇത് മറയൂർ ചന്ദനാണ്. ഇത് ഇപ്പോൾ പലരും ചന്ദനം നമ്മുടെ വീടുകളിലും സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ പ്ലാന്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ പൊന്നാങ്കണ്ണി ചീരയാണ് ഹോസ്റ്റിംഗ് പ്ലാന്റായിട്ട് നമ്മളിതിൽ വളർത്തുന്നത്. ഇതിന് സപ്പോർട്ടീവായിട്ട് എന്തെങ്കിലും ഒരു ചെടി വളർത്തണം. ഇത് 8 അകലത്തിലാണ് വയ്ക്കുക നമ്മുടെ ഈ ചന്ദന തൈകൾ. ഇതിന് 1 കിലോന് അതുമാത്രം വിലയുള്ളതാണ്. ഇപ്പം നന്നായിട്ട് വളരുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ കാലാവസ്ഥയിൽ. ഇത് കൊടംപുളിയുടെ തൈകളാണ്. ഇത് ഗ്രാഫ്റ്റ് തൈയുണ്ട്, അതുപോലെ തന്നെ ബഡ് ചെയ്ത തൈകളുമുണ്ട്. 2 വെറൈറ്റി ഉണ്ട്. വേഗം നമ്മുടെ കൊടപ്പുളി കിട്ടുന്ന നല്ല തൈകളാണിത്. ഇത് നമ്മുടെ മധുരമുള്ള പുളിയാണ്. ഇത് പുറത്തുനിന്ന് വന്ന് തായ്ലാൻഡിൻ്റെ ഒരു സീറ്റ് മില്ലി എന്ന് പറയുന്ന പുളിയാണ്. ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടാവും, നന്നായിട്ടുണ്ടാവും. നല്ല മധുരമാണ് ഇപ്പോൾ അതിൻ്റെ. ഞാവലിൻ്റെ പല വെറൈറ്റി ഉണ്ട്. തായ്ക്കിങ് ഉണ്ട്, ജാവ ജാമുണ്ട്, ബറോളി, അങ്ങനെ തായ്ക്കിങ്, അങ്ങനെ പല വെറൈറ്റി ഞാവലുകളും ഇവിടെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് ചാമ്പകളാണ്. ഇത് മധുചാമ്പ, ദൽഹേരി, ഉമർ, ബാലി, അങ്ങനെ പല വെറൈറ്റി ചാമ്പകളും നമുക്ക് നഴ്സറിയിലുണ്ട്. ഇതാണ് നമ്മുടെ എയർപോർട്ടിൽ ചെടികൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീടുകളിലേക്ക് ഇവിടെ നിന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് വീടുകളിൽ അവിടെ കൊണ്ട് മാറ്റ്, പുല്ലുള്ള സ്ഥലമാണെങ്കിൽ മാറ്റ് വിരിച്ചിട്ട് കൊടുക്കും. അല്ല ടൈലൊക്കെ ആണെങ്കിൽ അതുമ്പോൾ വെച്ച് നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഇത് ഈ എയർപോർട്ട് അല്ലെങ്കിൽ റൈറ്റ് പോർട്ട് എന്ന് പറയും. ഇതിൻ്റെ അകത്ത് ചെടികൾ വെച്ചിട്ട് ആണ് എല്ലാ വീടുകളിലും ഇപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നത്.
ഈ കാണുന്നതെല്ലാം നമ്മൾ വിവിധതരം മാവുകളെ ഹൈറ്റ് പോകാണ്ട് പ്രൂൺ ചെയ്ത് ഒരു കൊട മാതിരി ഒരു കനോപ്പി മാതിരി നമ്മൾ വളർത്താൻ വേണ്ടി എല്ലാം കട്ട് ചെയ്ത് നിർത്തി പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് നിർത്തിയാണ് മാവും തൈകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഹൈറ്റ് അല്ല പ്രധാനം, നമ്മൾ ഇതിൻ്റെ എത്ര ബുഷിയായിട്ട് വളരണോ അതാണ് നമ്മുടെ പ്രത്യേകത. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ എയർപോർട്ട്, അതുപോലെ തന്നെ നമ്മൾ ഡ്രമ്മിലും പ്ലാന്റ് ചെയ്ത് വീടുകളിൽ കൊണ്ട് വെച്ച് കൊടുക്കും. അതുപോലെ ഇതുപോലെ മാറ്റിട്ട് നമ്മൾ പുല്ലൊന്നും പിടിക്കാത്ത രീതിയിൽ ഡ്രമ്മിൽ വിവിധ തരം, അത് ഏത് ചെടികളുടെ സൈസാണോ അതനുസരിച്ചുള്ള ഡ്രമ്മിൽ നമ്മൾ ഇവിടെ വെച്ച് എല്ലാം നിറച്ച് വണ്ടിയിൽ അവിടെ വീട്ടിൽ കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. നമ്മളൊരു ചെടി നടുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് pH കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. pH ന്യൂട്രൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ നമ്മുടെ ഈ മഴയുടെ pH ഒക്കെ 5.5 ഒക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ കാലാവസ്ഥയിൽ എപ്പോഴും pH താന്നായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പഴയ കാലത്ത് നമ്മൾ കുമ്മായാണ് ഉപയോഗിച്ചിരുന്നത്. കുമ്മായത്തിന് പല ന്യൂനതകളുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ പച്ചക്കക്ക പൊടിച്ചതാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്വന്തം ഫാക്ടറിയാണ്, ലയൺ ബ്രാൻഡ് എന്നാണ് നമ്മുടെ പേര്. ഹൈഫീൽഡ് കേരള ഓർഗാനിക് ഫെർട്ടിലൈസർ എന്നാണ് കമ്പനിയുടെ പേര്. അപ്പോൾ നമ്മൾ ഏത് തൈ നടുമ്പോഴും ഇത് കുറച്ച് യൂസ് ചെയ്യേണ്ടതാണ് ലയൺ ബ്രാൻഡ്. ഇത് ജബോട്ടിക്കാബയാണ്, റെഡ് ഹൈബ്രിഡാണ്. ഇത് 365 ദിവസം ഫ്രൂട്ട് കിട്ടും, അത് നിറയെ ഉണ്ടാവും. ഇതിപ്പോൾ നിറയെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഫ്രൂട്ടായിട്ട് മാറും. നമ്മളിത് കിളികൾ ഭയങ്കര ശല്യമാണ്, അതുകൊണ്ടാണ് നെറ്റ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതാണ് ഒലോസോപ്പോ. ഉണ്ടോ, ഇത് ആദ്യമായിട്ടുണ്ടായ ഫ്രൂട്ടാണ്, കുറച്ചധികം ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഒരെണ്ണം നിന്നതാണ്. ഇത് നമ്മുടെ നഴ്സറിൻ്റെ തൈകളൊക്കെ ധാരാളം ഉണ്ട്. ഇവിടെ കാണിക്കുന്ന എല്ലാ സാധനങ്ങളുടെ തൈ അവിടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇത് വീടിൻ്റെ അവിടെ വന്നിട്ട് കാണിക്കുന്നതാണ്. ഇത് റൂബി ലോങ്കനാണ്. ഉണ്ടോ, നമ്മുടെ നാട്ടിൽ ഇത് നിറച്ചുണ്ട്. ഇതുമോ നമ്മുടെ നാട്ടിൽ നന്നായിട്ടുണ്ടാവുന്നത് നഴ്സറിയിൽ ഇതിൻ്റെ തൈകളുണ്ട്. ഇത് നല്ല ഭംഗിയാണ് ചെടി, അതുപോലെ തന്നെ അതിൻ്റെ ഫ്രൂട്ടും നല്ലതാണ്. ഇത് മൂസമ്പിയാണ്, വിയറ്റ്നാം ഓൾ ടൈം മൂസമ്പി എന്ന് പറയും. ഇത് കൊൽക്കത്ത പത്തി ലെമണാണ്. ഇത് ഓൾ ടൈം എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഇത് നിറയെ ഉണ്ടായിട്ടുണ്ട്, ഫുള്ള് അതുമ്മ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് സ്വീറ്റ് ഓറഞ്ച് ആണ്. ഇത് നിറയെ ഉണ്ടാവും നമ്മുടെ കാലാവസ്ഥയിൽ. ഇത് പലരും ഒരു സംശയമാണ് ഉണ്ടാവില്ല എന്ന്. സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും.
ഇത് വൈറ്റ് ലോങ്കനാണ്. അപ്പോൾ ലോങ്കനുകളൊക്കെ പെട്ടെന്ന് ഉണ്ടാവുന്നുണ്ട്. ഇത്ര ചെറിയ ചെടിയുമ്പോൾ തന്നെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് തായ് പിങ്ക് ഗോവയാണ്, പേരയ്ക്കാണ് തായ് പിങ്ക്. ഇഷ്ടംപോലെ ഉണ്ടാവും, കാരണം നിറയെ ഉണ്ടായി വരുന്നുണ്ട്. ഇതുമ്പോൾ ഒരുപാട് എല്ലാ ദിവസവും പൊട്ടിക്കലുണ്ട്. പേരയ്ക്ക ഒരുപാടുണ്ടാവും. നല്ല ഹൈബ്രിഡ് തന്നെയാണ്, ധാരാളം ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് ക്രിംസൺ റെഡ് പേരാണ്. ക്രിംസൺ റെഡ് പേരം അതുമേയും പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ജപ്പാൻ പേര എന്നൊക്കെ പറയണ പേരയ്ക്കുണ്ട്. അവിടെ വേറെ പേരുണ്ട്, നിറയെ ഉണ്ടാവും ഇതുമ്പോൾ. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് 2 വർഷമൊക്കെ കഴിഞ്ഞ ചെടികളാണ്. ഇത് 50 എണ്ണത്തോളം ഉണ്ട്. നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ്. വളരെ ഒട്ടും അധികം മെയിൻ്റെനൻസ് ഇല്ലാത്ത ഒരു ചെടിയും കൂടിയാണിത്. ഇത് ഡ്രാഗനാണ്. ഇത് റെഡ് കളറിലുള്ളതാണ്. നമ്മുടെ കാലാവസ്ഥയിൽ ധാരാളം കായ കിട്ടും. ഇത് ഒരു ഏപ്രിലിൽ തുടങ്ങി നമുക്ക് ഒക്ടോബർ വരെ മാസങ്ങളിൽ ഫ്രൂട്ട് കിട്ടുന്നതാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഒരു 50 പ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് ഡ്രമ്മിലും വെച്ചിട്ടുണ്ട് പല വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ്സ്. ഇതൊരു 100 ലിറ്ററിൽ വെച്ചിരിക്കുന്ന ഒരു കാലാപ്പാടി മാവാണ്. ഇപ്പോൾ ഡ്രമ്മിലായതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. ആളുകളുടെ സംശയങ്ങൾക്ക് ഒരു മറുപടിയും കൂടിയാണ്. ഇത് എന്തുമാത്രം പൂക്കാന്ന് വെച്ചാൽ അത് ഈ മഴക്കാലത്ത് ഇതേമാതിരി പൂത്തിട്ടുണ്ട്. ഈ മാവിൻ്റെ ഒരു പ്രത്യേകത, ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം പൂത്ത് മാങ്ങി ഉണ്ടാവുന്നതാണ്. വളരെ സ്വീറ്റാണ്, ഒരു കേടുമില്ലാത്തൊരു മാവാണ്. ഇതാണ് ഗോൾഡൻ കാസ്കേഡ്. 365 ദിവസം നിങ്ങൾക്ക് പൂവ് ഉണ്ടായി നിൽക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല ഭംഗിയാണ്. അങ്ങനെ വീണ് കിടക്കണ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്കിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഫുൾ പൂവായിരിക്കും. എല്ലാ ദിവസവും പൂവുണ്ടാവും. ഇത് വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവാണ്. ചക്ക ഉണ്ടായി കഴിഞ്ഞപ്പോൾ പ്രൂൺ ചെയ്താൽ ഇപ്പം ഉണ്ടാവണമേ പലതും ചക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും എപ്പോഴും ചക്ക ഉണ്ടാവുന്ന ഒരു പ്ലാവാണ്. നിപ്പിളെന്ന് പറയും. ഇത് കണ്ട അബിയു ഇപ്പോൾ പൂക്കണ കാലമാണ്. ഇതുമാതിരി ഇതിൽ ഫുള്ള് ഉള്ളിൽ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കായായി മാറും. അതിന് മാത്രം പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടത് ഹൈഫീൽഡ് കേരള നഴ്സറിയുടെ കാഴ്ചകളാണ്. ഹൈഫീൽഡ് നഴ്സറിയുടെ പ്രൊപ്പറേറ്ററായ ജോസ് കല്ലേലി, ഇദ്ദേഹത്തിൻ്റെ പരിശ്രമം എന്ന് വെച്ചാൽ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് ആ നഴ്സറിയൊക്കെ ഇത്രയും നല്ല നിലയിലൊക്കെ ആവാൻ കാരണം. കൃഷിയോടുള്ള താല്പര്യമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള കാരണം. അതുകൊണ്ട് ഞാനും ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സമയത്തിൻ്റെ ദൗർബല്യം കാരണം ഈ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടയറൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ വീഡിയോ കണ്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം. സൈനിങ് ഔട്ട്. ബൈ ബൈ. ബൈ ബൈ.